എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആസിന്റെ വീടായിരിക്കും കാണിക്കുക. അവിടെ ഒരുപാട് ദിവസത്തിന് ശേഷം എത്തിയ ആസിനെ കാത്ത് വലിയ സർപ്രൈസുകളാണ് കാത്തിരിക്കുന്നത്. മാത്രമല്ല അവന്റെ ഈ വിജയത്തില് അവന്റെ പപ്പയും മമ്മയും അവിടെയുള്ള എല്ലാവരും ഒരുപാട് അഭിമാനിക്കും. അവന്റെ അമ്മയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി അവന് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആസിനാണെങ്കിൽ അതൊക്കെ കുറച്ച് ഇഷ്ടമാവും. അവനതെല്ലാം തന്നെ എൻജോയ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ക്ലാര, അവളിപ്പോ വീട്ടിലേക്ക് വന്ന് എപ്പോഴത്തേതും പോലെ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. അവളുടെ ബ്രദേഴ്സും അമ്മയും അച്ഛനും എല്ലാവരും അവളുടെ ആ വലിയ അച്ചീവ്മെന്റ് അത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കും. ക്ലാരയ്ക്കും ആസിനും അവരുടെ ഫാമിലിയെ ഒരുപാട് ഇഷ്ടമാണ്. അവരാണ് അവരുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും ട്രെയിനിങ്ങിനും പഠിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സപ്പോർട്ടൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ വീട്ടിൽ പാരൻസിനോടും സിബ്ലിങ്സിനോടും ഒപ്പം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ടീച്ചേഴ്സിനെ കാണിക്കും. ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു പാർട്ടിയൊക്കെ വെച്ച് ആഘോഷിക്കുകയാണ്. കാരണം ടീച്ചേഴ്സ് അവർ കറക്റ്റ് ആയിട്ടുള്ള പുതിയ ട്യൂട്ടേഴ്സിനെയൊക്കെ ഹയർ ചെയ്ത് നല്ല രീതിയിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തതുകൊണ്ടാണ് അവർക്ക് മികച്ച വിജയം തന്നെ നേടിയെടുക്കാനായത്. അവർ ഡ്രിങ്ക്സും ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കും. പക്ഷെ രണ്ട് മാസ്റ്റേഴ്സ് അവർ മാത്രം ഇപ്പൊ ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല. എല്ലാ ടീച്ചേഴ്സും അവരെ കുറിച്ച് മാത്രമായിരിക്കും പറയുക. ആക്ച്വലി അവർ രണ്ടുപേരുമാണ് ഈ ഒരു എക്സാം അത് ഇത്രയും അടിപൊളിയാക്കാനും സക്സസ്ഫുൾ ആക്കാനും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ജോലി ചെയ്തതും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കാലിഗോ സെൻസായും അതുപോലെ തന്നെ ബാലം സെൻസായും. അവർ രണ്ടുപേരെയും ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇപ്പൊ ആ മീറ്റിംഗിൽ ഒരുപാട് മിസ് ചെയ്യാണ്. അങ്ങനെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്പെഷ്യലായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് കടന്നു വരിക. അവരെ കാണേണ്ട താമസം ടീച്ചേഴ്സ് കൈയടിച്ചും ആർപ്പ് വിളിച്ചും അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സിന് ആ കാഴ്ച വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കാലിഗോ സെൻസായി ഇതുപോലുള്ള ഒരു പാർട്ടിക്കും പങ്കെടുക്കാറില്ല. ബാലം മാസ്റ്റർ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരോടും പറയും, ആക്ച്വലി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവൻ വീട്ടിലേക്ക് പോവായിരുന്നു. ഒരുപാട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഉടനെ ആ പുതിയ ടീച്ചർ അവനിപ്പോ കാലിഗോയോട് പറയും, മാസ്റ്റർ കാലിഗോ, ഞാൻ ഓൾറെഡി ഈ മീറ്റിങ്ങിനെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. സോ ഈ ഒരു പാർട്ടി അടിപൊളിയാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ബാലം മാസ്റ്ററെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞയച്ചത്. കാലിഗോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോയി ഇപ്പോ പുതിയ ടീച്ചറിന്റെ മുഖത്തൊക്കെ കയറി പിടിക്കും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ കാഷ്വലായിട്ട് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. റോബിൻ മാസ്റ്റർ പറയും, എനിക്ക് ടീച്ചിങ്ങിനെ കഴിഞ്ഞു ഇഷ്ടം ടോർച്ചറിങ് ആണ്. ഞാൻ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്താണ് കുട്ടികൾക്ക് ഓരോ കാര്യവും പറഞ്ഞു കൊടുക്കുക. അതിന് കാലിഗോ സെൻസായി ആളാണെങ്കിൽ ഇപ്പൊ റോബിൻ സെൻസായെ കുറിച്ച് കുറ്റപ്പെടുത്തി ചില കാര്യങ്ങൾ സംസാരിക്കും. അത് റോബിൻ സെൻസായിക്ക് ഒട്ടും ഇഷ്ടാവാതെ ആള് ഫുൾ കലിപ്പില് മുഖമൊക്കെ ചുവന്ന് തുടിപ്പിച്ച് അങ്ങനെ ഇരിക്കും. റോബിൻ ആണെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ അവിടുന്ന് ദേഷ്യപ്പെട്ട് കടന്നു പോവാണ്. ഡാലി സെൻസായി ആണെങ്കിൽ എല്ലാവരോടും പറയും, ഇപ്പൊ ഇവിടെയുള്ള ഒരുപാട് ടീച്ചേഴ്സിന്റെ മെന്റർ സത്യത്തില് ഞാനാണ്. ഇവരെ ടീച്ചേഴ്സ് ആക്കി മാറ്റിയത് പോലും കാലിഗോയ്ക്കാണെങ്കിൽ അവരാ പറയുന്നൊന്നും ഒട്ടും ഇഷ്ടാവില്ല. അതൊന്നും ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനും കാലിഗോ തയ്യാറല്ല. ബാലം മാസ്റ്റർ തീർത്ത് പറയും, അതെ എനിക്കറിയാം ഇദ്ദേഹം നല്ലൊരു മെന്ററാണ്. ഇവിടെയുള്ള പല ടീച്ചേഴ്സിനെ ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നത് ഈ ടീച്ചറാണ്. ഡാലിഗോ സെൻസായി ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ആള് പറയും, ഇതുപോലെ എല്ലാ ടീച്ചേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത് അത് സത്യത്തിൽ ഞാനാണ്. നിങ്ങളെ എല്ലാവരെയും കാണണമെന്നും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ കാലിഗോ സെൻസായോട് സംസാരിക്കാൻ തുടങ്ങും. അതിനുശേഷം ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പൊ നമ്മുടെ ഹീറോയെ കുറിച്ച് സംസാരിക്കുകയാണ്. അവൻ ആക്ച്വലി നമ്മുടെ സ്കൂളിന് ഒരു ഗിഫ്റ്റാണ്. ഇത്രയും കഴിവും നല്ല സ്വഭാവവും ടാലന്റും ഉള്ള ഒരു സ്റ്റുഡന്റിനെ ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്കൂളിന് അവനൊരു മുതൽക്കൂട്ടാണ്. അവൻ കാലിഗോ സെൻസായുടെ സ്റ്റുഡന്റ് അല്ലേ, തീർച്ചയായിട്ടും അവൻ ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരിപ്പോ വീണ്ടും ഹീറോയെ കുറിച്ച് പോസിറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. അത് കേട്ട് കൺട്രോൾ പോയ കാലിഗോ ആളാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേക്കാണ്. കാലിഗോ സെൻസായുടെ കൺട്രോൾ പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പുതിയ ടീച്ചർ ആൾ അവിടേക്ക് വന്ന് ഇപ്പൊ നൈസായിട്ട് കാലിഗോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കാലിഗോ ആണെങ്കിൽ പല്ലൊക്കെ കടിച്ച് ഒരു വിധത്തില് അവന്റെ ഫുൾ ദേഷ്യം കൺട്രോൾ ചെയ്യും. അപ്പൊ വേറൊരു ടീച്ചർ പറയും, ആക്ച്വലി നമ്മൾ ഒരിക്കലും വെറും ടീച്ചേഴ്സ് മാത്രമല്ല, ആ കുട്ടികൾക്ക് അവരുടെ പാരന്റ്സും വഴികാട്ടിയും ഗുരുക്കന്മാരും അങ്ങനെ എല്ലാം ചേർന്ന റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അവരെ മക്കളെ പോലെ കണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടും. ഇപ്പൊ തന്നെ കണ്ടത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ആ ഒരു സന്തോഷം വിജയം അതൊക്കെ കൂടുതൽ മനോഹരമാക്കുവാണ്. കാലിഗോ ആണെങ്കിൽ ആ പുതിയ ടീച്ചറിനോട് പറയും, ആക്ച്വലി എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. അതിന്
ആ പുതിയ ടീച്ചറാണെങ്കിൽ അല്പനേരം അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ അവൻ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്ത കാലഘട്ടങ്ങളും അവന്റെ പവർ യൂസ് ചെയ്ത് ഒരുപാട് ട്രെയിനിങ് എടുത്തതും അഡ്വേഴ്സായി അവന്റെ ലൈഫിലേക്ക് വന്നതിനെ എല്ലാം അവൻ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചതും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവരാണെങ്കിൽ വീണ്ടും ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോഴായിരിക്കും വേറൊരു മാസ്റ്റർ അവിടേക്ക് വരിക. നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, ഡ്രിങ്ക്സ് കഴിച്ചു, പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്തില്ല. നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ബിങ്കോ ഗെയിം അത് കളിക്കാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആ കളി സ്റ്റാർട്ട് ചെയ്യും. ആളത് സ്റ്റാർട്ട് ചെയ്യേണ്ട താമസം ഇപ്പൊ കാലിക്കോ മാസ്റ്റർ, ബാക്കിയുള്ള മാസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും അത് കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും നല്ല മത്സര ബുദ്ധിയോടുകൂടെ ആ ഗെയിം കളിക്കുകയാണ്. ഗെയിമിന്റെ എല്ലാ ഒടുവിൽ കാലിക്കോ സെൻസായി ആ ഗെയിമിൽ ജയിക്കും. ആൾക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഉടനെ ജയിച്ച കാലിക്കോ സെൻസായിക്ക് അവരെല്ലാവരും ചേർന്ന് ഒരു പ്രസന്റ് കൊടുക്കും. കട്ട് ചെയ്ത ആ വില്ലന്മാരെ കാണിക്കുകയാണ്. അതിലൊരു വില്ലൻ ഇപ്പോ അവന്റെ ബോസിനോട് പറയും, ആ ടെസ്റ്റില് ആ ഹീറോ ഇറുമയെ തകർക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ അവൻ നമ്മൾ കരുതിയത് പോലെയല്ല, അവന് ഭയങ്കര ബുദ്ധിയാണ്, നമ്മുടെ എല്ലാ പ്ലാനിൽ നിന്ന് അവൻ ബുദ്ധിപരമായി രക്ഷപ്പെട്ടു പോയി. ആക്ച്വലി ആ വില്ലൻ അവൻ മറ്റാരുമല്ല, സാക്ഷാൽ കണ്ണാടി പയ്യൻ. അവനാണ് ഹീറോയെ ഫോളോ ചെയ്ത് അവൻ ഒരുപാട് ട്രാപ്പിലൊക്കെ പെടുത്താൻ ശ്രമിച്ചത്. കണ്ണാടി പയ്യൻ പറയും, ഞാൻ അവനെ വാച്ച് ചെയ്യാനായിട്ട് അവന്റെ ബോഡിയിൽ ഒരു ക്യാമറയും മൈക്കൊക്കെ ഫിക്സ് ചെയ്തിരുന്നു, പക്ഷേ എന്റെ പ്ലാനിലും കൺട്രോളിലൊന്നും അവൻ നിന്നില്ല. ഒരു തവണ കറക്റ്റായിട്ട് അവൻ ആ പിറ്റിലേക്ക് വീണതാണ്. അവന്റെ കാലിൽ ഫ്രാക്ചർ പറ്റി. ആ സമയം അവൻ തോറ്റു പോകുന്നു ഞാൻ കരുതി, പക്ഷെ അപ്പോഴും അവന് തോൽവി ഉണ്ടായില്ല. അവൻ അവിടുന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. എനിക്ക് ബാക്കിയുള്ള ഡീമൻസിന്റെ അത്രയൊന്നും പവറില്ല, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ അത്രയും പവർ എനിക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറെ കൂടെ കാര്യങ്ങൾ അവന് നേരെ ചെയ്തേനെ എന്ന് കണ്ണാടി പയ്യൻ തീർത്തു പറയും. ആ മെയിൻ വില്ലനാണെങ്കിൽ കണ്ണാടി പയ്യനോട് പറയും, എനിക്ക് തോന്നുന്നത് ആ ഇറുമ അവൻ ഉറപ്പായാലും ഒരു ഹ്യൂമൺ ആണെന്ന് തന്നെയാണ്. അവന്റെ ഹ്യൂമൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ കണ്ണാടി പയ്യൻ പറയും, അയ്യോ ഇല്ല ഇല്ല, അവൻ ഹ്യൂമൺ ഒന്നും അല്ല, അവനും നമ്മളെപ്പോലെ ഒരുപാട് പവറൊക്കെ ഉണ്ട്, മാത്രമല്ല അവന്റെ പുറകിൽ ചെറിയ ചിറകൊക്കെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതിനാ മെയിൻ വില്ലൻ പറയും, അവൻ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് നടക്കണം, നമ്മൾ കരുതിയിരുന്നത് പോലെ ആ വലിയ യുദ്ധം അത് നടന്ന് ഈ അയലാൻഡ് അത് മുഴുവനായിട്ടും നമ്മുടെ കൺട്രോളിൽ വരണം, ആ സ്കൂള് അത് മുച്ചോട് മുടിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കും. ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇവിടെ ഉറങ്ങുകയാണ്. ഹീറോയുടെ തൊട്ടടുത്തായിട്ട് ആ അസിസ്റ്റന്റ് ചേച്ചി അവര് കണ്ണുമ വെട്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കും. ദൂരത്തായിട്ട് ഗ്രാൻഡ്പാ ആളാണെങ്കിൽ ഒരുപാട് ടെൻഷനിൽ ഇപ്പൊ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. എന്തോ ഒരു വലിയ ആപത്തിനെ അവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ആ ടീച്ചേഴ്സ് അവരവരുടെ പാർട്ടിയൊക്കെ അവസാനിപ്പിച്ച് അവിടുന്ന് കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.